ഘോരഘോരമായി പ്രസംഗിക്കുന്നു, അതിൻ്റെതായിരുന്നതിനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 19-20 മിനിറ്റ് ഉണ്ട് ആ വീഡിയോ. ഈ 20 മിനിറ്റ് നിങ്ങൾ ഈ ആൾക്കാരുടെ അടുത്തേക്ക്, ഇപ്പൊ ആരെ പറ്റിയാണോ ഞാൻ വീഡിയോ ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പം ആ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ഞാൻ സഹായിക്കും. ദീപ്തി ടീച്ചർ അറിയാത്തവർ കുറവായിരിക്കും. ദീപ്തി സീതത്തോട് എന്നാണ് ഫുൾ നെയിം. ഇവർക്കൊരു ചാനലുണ്ട്, ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാട്ടിൽ പോയി അവിടെയുള്ള പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വസ്ത്രങ്ങളും ഭക്ഷണവും എല്ലാം കൊണ്ടുപോയി കൊടുത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു സാമൂഹിക പ്രവർത്തക എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇവർ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോൻ്റെ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാട്ടിൽ 18 വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടി ഗർഭിണിയാവുകയാണ്. അപ്പോൾ ഈ ഗർഭിണിയായ കാര്യം ഇവരറിയുകയാണ്. അപ്പോൾ ഇവർ നേരിട്ട് പോയി അന്വേഷിക്കുന്ന സമയത്ത് ഈ കുട്ടിയും കുട്ടിയുടെ വീട്ടുകാരും എല്ലാം പേടിച്ച് ആകെ പെട്ടിരിക്കുകയാണ്. ആ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ നാട്ടിലുള്ള അല്ലെങ്കിൽ ആ കാട്ടിലുള്ള കുറേ ആളുകൾ ചേർന്ന് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചു. പിന്നെ ജയിലിൽ കൊണ്ടിടും, പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. അതുകൊണ്ട് തന്നെ ടീച്ചറുമായിട്ട് ഇനി അധികം കമ്പനി വേണ്ട. കാരണം ടീച്ചറുമായിട്ട് കമ്പനി ആയിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് നാട്ടുകാരെ അറിയുമല്ലോ. അപ്പോൾ ഈ ടീച്ചർ ഈ വീഡിയോ ഇട്ടത് ആരുടെയും പേരോ ഊരോ വീടോ ഒന്നും പറയാതെയാണ് ഇട്ടത്. പക്ഷേ ഈ വീഡിയോ ഇറങ്ങിയതിന് ശേഷം പലരും ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും എതിർത്തുകൊണ്ടും ഒരുപാട് വീഡിയോസ് വന്നു. അപ്പോൾ അതിലൊരു വീഡിയോ ആണ് ഈ പറയുന്ന ടീച്ചർക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കി കൊടുത്തത്. എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷെഫീന ബീവി എന്ന് പറഞ്ഞൊരു ചാനലുണ്ട്. അവർ അത്യാവശ്യം തെറിയെല്ലാം വിളിച്ച്, നാട്ടുകാരെയും തെറിയെല്ലാം വിളിച്ച് ഇങ്ങനെ വീഡിയോ ഇടുന്നൊരു താത്തയാണ്. അപ്പോൾ അവർ പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ഇവരെ പോയി സഹായിക്കാൻ പാടില്ല, നിങ്ങളിങ്ങനെ ഭക്ഷണവും വസ്ത്രവും ഒന്നും മേടിച്ചു കൊടുക്കാൻ പാടില്ല, അവരിതെല്ലാം യൂസ് ചെയ്തിട്ട് അവിടെ തന്നെ താമസിക്കാൻ പാടില്ല, നിങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് അവരെ പഠിപ്പിക്കണം, അല്ലെങ്കിൽ അവർക്കൊരു ജീവിതം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഘോരഘോരം പ്രസംഗിച്ചു. അപ്പം അതാണ് ദീപ്തി ടീച്ചർക്ക് വീണ്ടും ഒരു വീഡിയോ ഇടാൻ വേണ്ടിയിട്ടുള്ള പ്രേരണയായത്. അപ്പം അതിൽ എനിക്ക് കേട്ടിട്ട് ചിരിയാണോ കരച്ചിലാണോ വരാത്തതെന്ന് ഒരാൾ ചെയ്ത ഒരു വീഡിയോ എന്ന് പറയുന്നതിൽ അവർ വളരെ ഘോരഘോരമായി പ്രസംഗിക്കുന്നു. അതിന്റെ താഴെ വന്ന ആൾക്കാർ വന്ന് കമന്റ് ഇടുന്ന, നിങ്ങൾ പറഞ്ഞതാ ശരി, ഈ വഴിയെ ടീച്ചർ സഞ്ചരിച്ചിരുന്നെങ്കിൽ നല്ലതായിരുന്നേ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 19-20 മിനിറ്റ് ഉണ്ട് ആ വീഡിയോ. ഈ 20 മിനിറ്റ് നിങ്ങൾ ഈ ആൾക്കാരുടെ അടുത്തേക്ക്, ഇപ്പൊ ആരെ പറ്റിയാണോ ഞാൻ വീഡിയോ ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പം ആ വീഡിയോയിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ കാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെ ഞാൻ സഹായിക്കുന്നതിന്, സാധനങ്ങൾ കൊണ്ടു കൊടുക്കുന്നതിന് പകരം അവർക്ക് വിദ്യാഭ്യാസം നൽകണം, അവർക്ക് ജോലി കൊടുക്കണം, അവരെ നാട്ടിലേക്ക് കൊണ്ടുവരണം, അവർക്ക് പറഞ്ഞു മനസ്സിലാക്കണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നുണ്ട്. 20 മിനിറ്റ് വീഡിയോയിൽ പറഞ്ഞ കാര്യം ഇവരുടെ ഇടയിൽ ചെന്ന് ഒരു 20 മിനിറ്റ് ഒന്ന് സംസാരിച്ച് കാണിക്കും. ഞാനും ആദ്യമായിട്ട് അവിടെ പോകുമ്പോഴത്തേക്ക് അങ്ങ് മലമറിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത്. ഞാൻ പോകുന്നു, പിള്ളേർക്കെല്ലാം വിദ്യാഭ്യാസം, എല്ലാവർക്കും പിന്നെ പുറത്തിറക്കുന്നു, എല്ലാവർക്കും വീട് വെച്ച് കൊടുക്കുന്നു, ഞാൻ പറയുന്നത് അവർ കേൾക്കുന്നു, അവരുടെ ജീവിത രീതി ശരിയാവുന്നു, ഞാൻ അവരെ കൊണ്ട് കൊട്ടയുണ്ടാക്കുന്നു, ചട്ടി ഉണ്ടാക്കുന്നു, കൊണ്ടുവയ്ക്കുന്നു, എല്ലാം വിചാരിച്ചു. പക്ഷേ അതൊന്നും നടക്കില്ല. നടക്കും എന്ന് പറഞ്ഞാൽ ഇപ്പൊ അതിലൊരു 100 പേരുണ്ടെങ്കിൽ 2-3 വർഷം നമ്മൾ അവരുടെ ഇടയിൽ പ്രവർത്തിച്ചു കഴിയുമ്പോൾ ആ 100-ൽ 10-20 പേർക്ക് നാട്ടിലേക്ക് വരണം, നാട്ടിൽ ജീവിക്കണം, ഞങ്ങളുടെ മക്കൾ നന്നാവണം എന്നുള്ളൊരു തോന്നലുണ്ടാവും. അതുമാത്രം അവരെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. അതല്ലാണ്ട് ഇത് ലോട്ടറി അല്ല ഒറ്റയടിക്ക് അടിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയേ പറ്റൂ. അതെന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അല്ലാണ്ട് വന്നിരുന്ന് കമന്റ് ഇടാൻ എളുപ്പമാ. നിങ്ങൾ ചെയ്യേണ്ടത് ഇതല്ല, നിങ്ങൾ അവർക്ക് സാധനം കൊടുത്ത് അവരെ മടിയന്മാരാക്കും, അവർക്ക് നന്ദിയില്ല, അവർക്ക് വൃത്തിയില്ല, വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അവരെ. ഇതൊക്കെ എന്താ, എനിക്ക് കണ്ണില്ല, എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ അവരുടെ നന്ദിക്ക് വേണ്ടിയോ അല്ലെ നാളെ ഒരിക്കലും എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഇവരെല്ലാം കൂടെ കാട്ടിന്ന് വന്നിട്ട് എന്നെ അങ്ങോട്ട് പ്രൊട്ടക്ട് ചെയ്യുമെന്നോ എന്നൊന്നും പ്രതീക്ഷിച്ചിട്ട് ഞാൻ ഇതുവരെ നാട്ടിലായാലും കാട്ടിലായാലും ഞാൻ ആരുടെയും ഒന്നും തിരിച്ച് പ്രതീക്ഷിച്ചിട്ട് ഞാൻ ചെയ്യത്തിട്ടില്ല, ചെയ്യാറുമില്ല. പിന്നെ ഈ കാണുന്ന പ്രായമുള്ള അച്ഛനോ അമ്മയോ, അതായത് കുട്ടികളെ കൂടുതൽ ഉണ്ടാക്കുന്ന അച്ഛനും അമ്മയും, പിന്നെ വൃത്തിഹീനമായിട്ട് മക്കളെ കൊണ്ട് നടക്കുന്നത് അച്ഛനും അമ്മയും, ഭക്ഷണം വെച്ച് കൊടുക്കാത്തതും അച്ഛനും അമ്മയും. ഞാൻ ഈ അച്ഛനും അമ്മയ്ക്ക് വേണ്ടിയിട്ടല്ല ഒന്നും ചെയ്യുന്നത്. ഞാൻ ചെയ്യുന്നത് അവിടെയുള്ള കുഞ്ഞുമക്കൾക്കും പിന്നെ പ്രായമുള്ള സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഒരു കിറ്റ് കൊണ്ട് കൊടുത്തിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മാത്രം കൊടുത്താൽ മതി, ഞാൻ നിങ്ങൾക്കല്ല തരുന്നത്, അച്ഛനും അമ്മയും അതുകൊണ്ട് പട്ടിണി ഇരുന്നു. അങ്ങനെ പറയാൻ പറ്റാത്തത് കൊണ്ടാണ് കുട്ടികൾക്ക് കൊടുക്കുന്നതിന്റെ കൂടെയുള്ള ആ ഒരു ബെനിഫിറ്റാണ് ഈ അച്ഛനും അമ്മയ്ക്കും കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയല്ല, അല്ലെങ്കിൽ ഒരു ജോലി കൊടു, അത് കൊടു, ഇത് കൊടുത്ത് പറയാൻ ഭയങ്കര എളുപ്പമാണ്. എന്നാൽ ഈ പറയുന്നവരാരെങ്കിലും ഒരു കുടുംബത്തെ കാട്ടിന്ന് പുറത്തിറക്കിയിട്ട് ഒരു വാടക വീട്ടിലോ മറ്റോ നിർത്തിയിട്ട് അവർക്കൊരു ജോലി സാഹചര്യം ഉണ്ടാക്കി കൊടുത്തൊന്ന് കാണിക്കും, എന്നിട്ട് പറ, എന്നിട്ട് ഉപദേശിക്കുക. ഞാൻ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഒരുപാട് പേർക്ക് ഇപ്പം നാട്ടിൽ ജീവിക്കണമെന്നും നാട്ടിലെ സാഹചര്യം അവർ ആദ്യകാലത്ത് നിങ്ങൾ കാണുന്ന പോലെയല്ല. ഒരു 2 കുടുംബം ഒഴികെ ബാക്കി എല്ലാ കുടുംബങ്ങളും വൃത്തിക്കും മെനക്കുമാണ് ഇപ്പം നടക്കുന്നത്. 2 കുടുംബത്തിലുണ്ട് പിള്ളേരെ എത്ര പറഞ്ഞിട്ട് അച്ഛനും അമ്മയും വൃത്തിക്ക് ഒരുക്കുന്നില്ല, മക്കളായാലും ഉൾപ്പെടുന്നില്ല, അതേ ഉള്ളൂ. ബാക്കി എല്ലാവരും ഒത്തിരി വ്യത്യാസമായിട്ടുണ്ട് നമ്മൾ ആദ്യം കാണുന്നതിനെ കാട്ടി വെച്ച്. അതാണ് നമ്മുടെ വിജയം, അതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഇവർ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഇവർ കാര്യങ്ങൾ പറയുന്നുണ്ട്. കാട്ടിലുള്ള ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നൊരു ദിവസം പെട്ടെന്ന് പോയിട്ട് അവരെ വിളിച്ചിട്ടുണ്ടെങ്കിൽ നാട്ടിലേക്ക് വരുന്നവരല്ല അവർ. ഒന്നാമത്
അവിടെ ചെന്ന് അവരുമായിട്ട് ഇടപഴകി അവരുടെ നാട്ടിലുള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞ് മനസ്സിലാക്കി ഇങ്ങനെയൊക്കെയാണ് നാട്ടിലുള്ളവർ ജീവിക്കുന്നത്, വിദ്യാഭ്യാസവും നല്ലൊരു വസ്ത്രവും നല്ലൊരു വീടൊക്കെ ആയിട്ട് നാട്ടിൽ ജീവിക്കാം എന്നൊക്കെ അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കുറേ വർഷങ്ങളെടുത്ത് അല്ലെങ്കിൽ കുറേ നാളുകളെടുത്ത് ചെയ്യേണ്ട ഒരു സംഭവമാണെന്നാണ് ടീച്ചർ പറയുന്നത്. സത്യമല്ലേ? അല്ലാതെ ഇന്ന് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് പറയണം വാ നമുക്ക് നാട്ടിൽ പോവാം, നാട്ടിൽ പോയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടി പോവാം, അവിടെ താമസിക്കാമെന്നൊക്കെ പറഞ്ഞാൽ ആര് വരാനാ? ആരും വരില്ല. ഇപ്പം തന്നെ ഇവർ പറയുന്നുണ്ട്, ഇവർ ഇങ്ങനെ പോയി തന്നെ കുറേ പേരുടെ മെൻറ്റാലിറ്റി മാറിയിട്ടുണ്ട്. അതായത് കാട്ടിലല്ല നല്ല ജീവിതമുള്ളത്, നാട്ടിലേക്ക് പോയി നല്ല വിദ്യാഭ്യാസവും നല്ല വീടും നല്ല വസ്ത്രങ്ങളൊക്കെ ആയിട്ട് നാട്ടിൽ നല്ലൊരു ജീവിതം ജീവിക്കാം എന്ന് ഇപ്പം 100ൽ ഒരു 10 പേരെ ആണെങ്കിലും അവർക്ക് ബോധം വന്നിട്ടുണ്ട്. അത് വെറുതെ കുട്ടികൾ മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ല, അവരുടെ പേരൻസും കൂടെ വിചാരിക്കണം. അപ്പോൾ അവരെയാണ് ആദ്യം ഇത് പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ വന്നിരുന്ന വീഡിയോയിൽ പറയുന്ന പോലെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടെ ഇങ്ങനെ ചെയ്തുകൂടെ, അതൊന്നുമല്ല. നമ്മളിതിൽ ഇറങ്ങി കളിക്കുമ്പോൾ മാത്രമേ കാര്യം കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അത് തന്നെയാണ് ഈ പറയുന്ന ടീച്ചറും പറയുന്നത്. അപ്പോൾ ഷെഫീന ബീവിക്ക് എന്താണ് സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഷെഫീന ബീവിക്ക് ഈ ദീപ്തി ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം വീഡിയോ ഇടണ്ടാന്ന് നോക്കുക, എന്നിട്ട് നേരെ വണ്ടി എടുക്കുക, പോവുക, കാട്ടിലേക്ക് പോവുക, എന്നിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ പ്രസംഗിക്കുക, നിങ്ങൾ നാട്ടിലേക്ക് വാം, നമുക്ക് നാട്ടിൽ പഠിക്കാം എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങളുടെ കൂട്ടത്തിൽ വരുമോ എന്ന് നോക്ക്. ഈ ദീപ്തി ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ മുന്നിട്ടിറങ്ങിയിട്ട് അവിടെ പോയിട്ട് അവരെ കൂട്ടിക്കൊണ്ടുപോകാം. വീഡിയോ ഇട്ട് വെറുതെ ദീപ്തി ടീച്ചറെ ചീത്ത പറയുന്നതിനെക്കാട്ടും നല്ലതല്ലേ നേരിട്ടിറങ്ങി ശരിയാ നേരെ പോകാം, എന്നിട്ട് അവരെ കൊണ്ടുവരാം. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്ക്. എന്നിട്ട് നടക്കുന്നുണ്ടെങ്കിൽ എന്നിട്ട് വന്നിട്ട് വീഡിയോ ചെയ്യും. ദീപ്തി ടീച്ചർ ഇങ്ങനെ ചെയ്താൽ പോരായിരുന്നോ എന്നും പറഞ്ഞ് കാണിച്ചു കൊടുക്ക്. അതല്ല വേണ്ടത്. അല്ലാതെ നല്ലത് ചെയ്യുന്നവരെ വന്നിട്ട് ഇങ്ങനെ ചീത്ത പറഞ്ഞ് ഇപ്പം ഈ ഇങ്ങനെ പറയാനുള്ള കാരണം ഉണ്ടായത് എങ്ങനെയാണ്? ആ കാട്ടിൽ ഈ പറയുന്ന ഒരു പെൺകുട്ടിക്കുണ്ടായ ഒരു ദുരനുഭവം ഇതേപോലെ പലർക്കും അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ദീപ്തി ടീച്ചർ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് അവരെ കൊണ്ട് പറ്റുന്ന പോലെ ആ കാട്ടിലേക്ക് പോവുകയും അവർക്ക് വേണ്ട ബോധവൽക്കരണങ്ങളെല്ലാം കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഒരു സംഭവം നടക്കുമ്പം ഇവരെ സപ്പോർട്ട് ചെയ്ത് ആ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുള്ള കുട്ടിക്ക് സപ്പോർട്ട് കൊടുത്ത് അവരെ ഇതിൽ ചെയ്ത ആരാണോ അവർക്കെതിരെ നിയമപോരാട്ടം ചെയ്യാൻ വേണ്ടി കൂടെ നിൽക്കുന്നതിന് പകരം എന്തെങ്കിലുമൊക്കെ വന്ന് കുറ്റം പറഞ്ഞ് ഇതാക്കുന്നത് മോശമല്ലേ? അപ്പോൾ അതാണ് ദീപ്തി ടീച്ചർ പറയുന്നത്. ഞാൻ എന്റെ പക്വതയില്ലായ്മയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടത് എന്ന് പറഞ്ഞു. അതിന്റെ മറുപടി ഞാൻ പറഞ്ഞുതരാം. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരട്ടെ. പിന്നെ ഇതിന്റെ അടിയിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നത് ഈ വ്യക്തിയെ അല്ലെ ഇന്ന വ്യക്തിയായിരുന്നു നിങ്ങൾ ആദ്യം അറിയിക്കേണ്ടത് എന്നായിരുന്നു. ഈ വ്യക്തി അല്ലെ ഇന്ന വ്യക്തിയായിരുന്നു അറിയിക്കേണ്ടത്, ഇത് ചെയ്തത് ശരിയായില്ല എന്ന്. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വ്യക്തികൾക്ക് ഇത് ഓൾറെഡി അറിയാം. അവരൊരു മാസം മുന്നേ ഇത് അറിഞ്ഞിട്ട് അവർ റിയാക്ട് ചെയ്യുന്നില്ല. അവർക്കിതില് താല്പര്യമില്ല. പകരം ഈ കൊച്ചിനെ പേടിപ്പിച്ച് വെച്ചേക്കുവാണ്. അതായത് ഇതിനവർ റിയാക്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് ഓൾറെഡി അറിയാൻ ഞാൻ പിന്നെ ഞാൻ അവരോട് പറയേണ്ട കാര്യമുണ്ടോ? അതായത് ഉദാഹരണത്തിന് ഇപ്പം ഒരു കാര്യം എന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യം അത് അവർക്കറിയാം, അവരത് റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഞാൻ പിന്നെയും ഞാൻ അവരോട് പറയേണ്ട കാര്യമുണ്ടോ? പിന്നെ എനിക്ക് എന്റേതായ രീതിയിൽ നോക്കിയാൽ പോരെ. അതുകൊണ്ട് നിങ്ങൾ ആർക്കാണോ ഇത് പറയണം അങ്ങനെ ഇങ്ങനെ പറഞ്ഞില്ലേ, ആ വ്യക്തികൾക്ക് ഇത് നേരത്തെ ഇക്കാര്യം അറിയാമായിരുന്നു. അവര് അറിഞ്ഞിട്ട് ഇതിൽ ഒന്ന് റിയാക്ട് ചെയ്തില്ല എന്നുള്ള വ്യക്തമായ ഇൻഫർമേഷൻ എനിക്ക് ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ. കണ്ടോ, ഇതാണ് ദീപ്തി ടീച്ചർ ആ കുട്ടീൻ്റെ കാര്യത്തെക്കുറിച്ച് വീഡിയോ ഇടാനുണ്ടായിട്ടുള്ള കാരണമാണ് ഇപ്പം പറഞ്ഞത്. അതായത് ഇത് പലർക്കും അറിയാം. മാസം മുമ്പ് തന്നെ ഈ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് അവർക്കറിയാം. അവരത് മറച്ചു വെച്ചു. കാരണം മറച്ചു വെച്ച് വേറൊന്നും കൊണ്ടല്ല, ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കേസാവും. അതായത് പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണ്, അപ്പോൾ അതിനനുസരിച്ചുള്ള കേസാവും. അത് ഈ കുട്ടിക്കും വീട്ടുകാർക്കും അറിയില്ല. ഇവരുടെ വിചാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ പോലീസ് പിടിക്കും എന്നുള്ളതാണ് ഈ വീട്ടുകാരുടെ പേടി. പുറകിൽ കിടന്ന് കളിച്ചിട്ടുള്ളവരുടെ എല്ലാം മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഇതാണ്. അതായത് ആ വീട്ടുകാരെ പോയി പേടിപ്പിക്കുക. നിങ്ങൾ ഇത് പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ടീച്ചറോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലീസ് പിടിക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ പേടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അത് അവർക്ക് ഈ പുറത്തെ നിയമങ്ങളെക്കുറിച്ചോ ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇവരവരെ കയ്യിലെടുത്ത് ഇങ്ങനെ പേടിപ്പിച്ച് ഇതാക്കി നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ടീച്ചർക്ക് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്നില്ല. അങ്ങനെ പോയെങ്കിൽ മാത്രമല്ല അവർക്ക് എന്തെങ്കിലും സഹായം വേണ്ടി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ അവിടെ നടക്കുന്നുണ്ട്. അവിടെ നിന്നല്ല, പുറം ലോകവുമായിട്ട് വലിയ ബന്ധമില്ലാത്ത പല സ്ഥലത്തും നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് അവിടുത്തെ മെയിൻ ആളുകൾ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഈ കുട്ടിയുടെ കേസ് ദീപ്തി ടീച്ചർ പുറത്തറിയിച്ചിട്ടുണ്ട്. പക്ഷേ ആരാണ് എന്താണെന്നൊന്നും ഇവരുടെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അവരവരുടെ വഴിക്ക് പോട്ട്, അവർ നല്ലത് ചെയ്യട്ടെ. അവർ ചെയ്യുന്നത്
ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ ചെയ്യട്ടെ. അതിൻ്റെ ഇടയിലൂടെ കയറി വന്നിട്ട് വെറുതെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കാതെ വണ്ടി എടുക്കുക, വിടുക, നേരെ കാട്ടിലേക്ക് പോവുക. എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നിങ്ങൾ ചെയ്യും. അതല്ലേ വേണ്ടത്. അല്ലെങ്കിൽ എന്താ ഇവർ പറയുന്നത്, എന്താ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റാത്ത കാര്യങ്ങളാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കുക. അപ്പം എന്താണോ അവർ ചെയ്യുന്നത് അതിന് നല്ലതാണെങ്കിൽ നല്ലതെന്ന് പറയാൻ വേണ്ടിയിട്ട് കുറച്ച് മനസ്സ് കാണിക്കുക എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ.